എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി വിജ്ഞാപനം വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം റെഡിയാണ്. സ്ഥാനാർത്ഥി നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു, എല്ലാവരും ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് വച്ചൊക്കെയുണ്ട്. ഇപ്പോൾ എപ്പോൾ പ്രഖ്യാപനം വരുന്നു അപ്പം തുടങ്ങണം. ബി ജെ പിക്ക് ആണെങ്കിൽ ചോരെടുത്ത് തുടങ്ങി പല സ്ഥലത്ത്. അതങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും തിരഞ്ഞെടുപ്പ് വരെയല്ലേ. ഉദ്ഘാടനമാണ്, നാടെങ്ങും ഉദ്ഘാടനമാണ്. പൂർത്തിയായ പദ്ധതികളും പകുതി പൂർത്തിയാകാനിരിക്കുന്നതും കല്ലിടുന്നു, ആകെ ബഹളം എല്ലായിടത്തും നടക്കുന്നുണ്ട്. എല്ലാ സർക്കാരുകളുടെ കാലത്തും ഈ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കുന്നതാണ്, നമുക്കറിയാം. വളരെ വിശദമായ പദ്ധതികളും എല്ലാം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ചില ഈ പദ്ധതി പ്രദേശങ്ങളിലെ ആളുകൾക്കെല്ലാം സന്തോഷമാകുന്നുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്. ധീവരസഭയുടെ വാർഷികം, അതുപോലെ തന്നെ കേരളത്തിന് 10,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളെന്ന് ഒക്കെ പറയുന്ന പ്രധാനമന്ത്രിയുടെ വരവ്. തീർച്ചയായും NDA സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ വരവ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാകും എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ കാണുന്നത്. ഏതായാലും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് ആ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. റെയിൽ പദ്ധതി അടക്കമുള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുന്നു എന്നാണ് കേട്ടിരുന്നത്. അപ്പോഴാണ് അറിയുന്നത് റെയിൽ പദ്ധതി മാത്രമല്ല, നാഷണൽ ഹൈവേ 66 അതിൻ്റെ റീച്ചിൻ്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുമെന്ന്. നല്ല കാര്യം. കാരണം കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത വികസനം എന്നുള്ളത്. അതിൻ്റെ ആദ്യത്തെ റീച്ച് പൂർത്തിയായി, ശരി, അതിൻ്റെ ഉദ്ഘാടനം നടക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് വാർത്ത വരുന്നത്. കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പുള്ളിക്ക് ക്ഷണമില്ല. മുഖ്യമന്ത്രി മാത്രമാണ് ക്ഷണിച്ചിരിക്കുന്നത്. വിവിധ പരിപാടികളുടെ ഉദ്ഘാടനമാണ്. അതിൽ നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനം, യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേ NH 66 ഉദ്ഘാടനം സെപ്പറേറ്റ് വേണമായിരുന്നു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അതിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ PWD മന്ത്രിയില്ല, BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട്. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടി വരേണ്ട ആളാണോ? ഏതായാലും അത് വലിയ വിവാദമായി. മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് വിട്ടയക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് തന്നെ ഈ പ്രധാനമന്ത്രിയുടെ മറ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ട വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും MP രാജേഷും അടക്കമുള്ള മന്ത്രിമാരും വിടുതൽ പ്രഖ്യാപിച്ചു. ഞങ്ങളില്ല. കാരണം അതൊരു രാഷ്ട്രീയ മര്യാദയല്ല എന്നാണ് ഇടതു മുന്നണിയുടെ ആക്ഷേപം. നമ്മളൊരു കാര്യം ആലോചിക്കുമ്പോൾ അത് വളരെ ശരിയാണ്. കാരണം കേരളത്തിലെ ദേശീയപാത വികസനം എന്നോ നഷ്ടപ്പെട്ടു, എന്നോ അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിച്ചിരുന്നൊരു പദ്ധതിയാണ്. ഓഫീസൊക്കെ പൂട്ടി ദേശീയപാത അതോറിറ്റി കേരളത്തിൽ നിന്ന് സ്ഥലം വിട്ടതാണ്. ഇത് നടക്കുന്ന കേസല്ല എന്ന് പറഞ്ഞിട്ട് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ദേശീയപാത പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയും സ്ഥലമേറ്റെടുക്കുകയും ഈ സ്ഥലമേറ്റെടുക്കാൻ ഏതാണ്ട് 5,800 കോടി രൂപയാണ് സംസ്ഥാനം ചിലവാക്കിയത്. അതായത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കാൻ പൈസ ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല എന്നുകൂടി ആലോചിക്കണം. കേരളം മാത്രമാണ് ഇത്തരത്തിൽ പൈസ ചിലവാക്കി ഭൂമി ഏറ്റെടുത്തത് ദേശീയപാത വികസനത്തിന്. ഇത്രയൊക്കെ കേരളം ചെയ്യുമ്പോൾ ഈ ദേശീയപാത വികസനത്തിൻ്റെ നോഡൽ ഏജൻസിയായ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ ഈ വിവാദം വന്നപ്പോൾ നമ്മൾ ഈ വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള വലിയ പദ്ധതികൾ ഉദ്ഘാടന ചടങ്ങുകൾ നോക്കിയപ്പോൾ അതിനകത്തൊക്കെ 3-4 മന്ത്രിമാരുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഒരുപാട് മന്ത്രിമാർ, മുഖ്യമന്ത്രി കൂടാതെ ഇവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെ ഈ ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിക്കാത്തത് എന്നുള്ള ചോദ്യം ഇടതുപക്ഷം ഉന്നയിക്കുന്നു. BJP അതിന് പറഞ്ഞ മറുപടി, പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടി തയ്യാറാക്കിയ ക്യാപ്സൂൾ ഭയങ്കര മോശമായിപ്പോയി എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അതായത് പിണറായി വിജയനെ വിളിച്ചു, പിണറായി വിജയന് മരുമകനെ കൂടി ചടങ്ങിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള BJP നേതാക്കളുടെ ക്യാപ്ഷൻ. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രകാരം ഒരു പ്രോട്ടോകോൾ പ്രകാരം ഹെഡ് ഓഫ് സ്റ്റേറ്റ് മുഖ്യമന്ത്രിനെ വിളിക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എത്രയോ പ്രോഗ്രാം ഇന്ന് പ്രഖ്യാപിക്കുന്നു, ഇനോഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിനൊപ്പം മരുമനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? എൻ്റെ പൊന്നു രാജീവ് സാറേ, ഇത് പറയുന്നുണ്ടെന്ന് തോന്നരുത്. കാരണം PA മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ്റെ മരുമകനായത് ഇന്നലെയാണ്. അതിനു മുമ്പ് PA മുഹമ്മദ് റിയാസ് ഈ പാർട്ടിയിൽ SFI ആയാലും DYFI ആയാലും CPM ആയാലും കുറേ കാലം പ്രവർത്തിച്ചും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചും ഒക്കെയാണ് അദ്ദേഹം മന്ത്രിയായത്. DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട് റിയാസ്. ഇങ്ങനെ വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, സ്കൂളിലും കോളേജിലുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് ഈ നിലയിലെത്തിയത്. പിണറായി വിജയൻ്റെ മരുമകനായി പോയത് ഒരു കുറ്റമാണ്. ഇപ്പം പറയുമ്പോൾ സാറും ഒരു മരുമകനല്ലേ, മുഹമ്മദ് റിയാസ് ഒരു മരുമകനാണ്, ഞാനും ഒരു മരുമകനാണ്. മരുമകൻ എന്നുള്ളത് അത്ര മോശം സംഭവമൊന്നുമല്ല. പക്ഷേ
ഇവിടെ മരുമകൻ എന്നത് റിയാസിൻ്റെ ഒരു അളവ് പോലാവരുത്. കാരണം അദ്ദേഹം നല്ല രീതിയിൽ രാഷ്ട്രീയം പ്രവർത്തനം നടത്തിയിട്ട് തന്നെയാണ് ഈ മന്ത്രി എന്നുള്ള നിലയിലെത്തിയത്. അതുകൊണ്ട് അങ്ങനെ കളിയാക്കുന്നത് വളരെ മോശമാണ്, അങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. ഏതായാലും ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അവർ തീരുമാനിക്കട്ടെ അത് ശരിയാണോ അല്ലയെന്ന്. ഏതായാലും പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത്, അല്ലെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ അവസരമാക്കി മാറ്റിയത് CPM ആണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ച് എന്താണ് CPM ചെയ്തത്? അതായത് ഈ ദേശീയപാതയുടെ സമാന്തര ഉദ്ഘാടനം അവരങ്ങ് നടത്തുക. കാസർഗോഡ് ഈ തലപ്പാടിയിൽ CH കുഞ്ഞമ്പു നാട മുറിച്ച് അവിടെ ദേശീയപാതയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ, കേരള മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കിയ കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ. കോഴിക്കോട് PA മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഈ നാഷണൽ ഹൈവേയിലൂടെ ദേശീയപാതയിലൂടെ പണി തീർന്ന ഭാഗത്തൂടെ ഒരു റോഡ് ഷോ നടക്കുകയാണ്. റോഡ് ഷോ എന്നൊക്കെ പറഞ്ഞാൽ മന്ത്രിയും MLA മാരും CPM പ്രവർത്തകരും നാട്ടുകാരും എല്ലാം ചേർന്ന് ഒരു ഉഗ്രൻ ഷോ. ഞാനത് ആലോചിച്ചത്, അതായത് ഈ ചടങ്ങിൽ മുഹമ്മദ് റിയാസിനെ വിളിച്ചായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ ഒരു 2-3 മിനിറ്റ് മുഹമ്മദ് റിയാസ് സംസാരിക്കും, അവിടെ തരും. പക്ഷേ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? അതായത് ചാനലായ ചാനൽ, സോഷ്യൽ മീഡിയ, ഫീഡായ ഫീഡുകൾ മുഴുവൻ ഈ സമാന്തര ഉദ്ഘാടനയും സമാന്തര റോഡ് ഷോയും നടക്കുകയാണ്. ഇതങ്ങ് ചർച്ചയായി. ഇത് ചർച്ചയാക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? ഇത് രാഷ്ട്രീയപരമായി ആർക്ക് ഗുണം ചെയ്യും ആർക്ക് ദോഷം ചെയ്യും എന്നുള്ളതെല്ലാം പിന്നീട് നമുക്ക് തീരുമാനിക്കാം. ഏതായാലും ഇന്നത്തെ ദിവസം ഇത് ഇത്തരത്തിൽ ഒരു വലിയ ചർച്ചയായി മാറി. ഈ സമാന്തര ഉദ്ഘാടനത്തിനും സമാന്തര റോഡ് ഷോയ്ക്കുമെല്ലാം വലിയ സ്വീകാര്യതയും ലഭിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ചെറിയ മണ്ടത്തരമല്ലേ ഇന്ന് കാണിച്ചത് എന്നെനിക്കൊരു സംശയമുണ്ട്. പിന്നെ ചടങ്ങിലേക്ക് പോയാൽ ഞാൻ നോക്കിയപ്പോഴും ഈ സുരേഷ് ഗോപി സാറ് ഉണ്ട്, കേന്ദ്രമന്ത്രിയാണല്ലോ. സുരേഷ് ഗോപി സാറിനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു സാറ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എയിംസ് വല്ലോ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് വിചാരിച്ചാൽ നോക്കി ഒരു പ്രഖ്യാപനം വരുമായിരുന്നു. വരുമായിരിക്കും, വെയിറ്റ് ചെയ്യാം. രാജീവ് ചന്ദ്രശേഖർ ചടങ്ങിലുണ്ട്. രാവിലെ മരുമോൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ മാധ്യമപ്രവർത്തകരെ പുള്ളിയോട് ചോദിച്ചു, അല്ല ഓക്കെ സാർ ഏത് വകുപ്പിലാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുൻ മന്ത്രി എന്നുള്ള കപ്പാസിറ്റിയിലാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ സാർ പറഞ്ഞത്. അപ്പോൾ ഞാനത് മറ്റേ സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, മുൻ മന്ത്രി എന്ന് പറയാൻ മുമ്പേ വന്ന മന്ത്രി, നിന്നെക്കാളും മുമ്പേ മന്ത്രിയായ മന്ത്രിയാണ് ഞാൻ എന്നുള്ള ലെവലിലായിരിക്കും പുള്ളി പങ്കെടുത്തത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് വിഴിഞ്ഞത്തെ ഉദ്ഘാടന ചടങ്ങാണല്ലേ. വിഴിഞ്ഞത്തും ഇതിനക്ക് പുള്ളി സ്റ്റേജിൽ കയറിയിരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും അതൊക്കെ വലിയ ട്രോളായി മാറുകയൊക്കെ നമ്മൾ. ഏതായാലും കേരളത്തിൽ BJPയുടെ ഒരു പരിപാടി നടക്കുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ സാന്നിധ്യം അത് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. നേരത്തെ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത ഓർമ്മയില്ലേ, മലയാളത്തിൽ പ്രശസ്തമായ ഒരു പ്രയോഗം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. അതിങ്ങനെ ഇനി ഇതിനകത്തിന് വല്ല പ്രയോഗം ഉണ്ടാവുമോ എന്തോ. എന്തായാലും വെയിറ്റ് ചെയ്യാം, എന്തായാലും വരാതിരിക്കില്ല, സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലമാണല്ലോ. ഏതായാലും ഞാൻ ഈ ദേശീയവാദിയുടെ കാലം ആലോചിച്ചതാണ്. അതായത് ഈ ഒരിക്കലും നടക്കില്ല എന്ന് നേരത്തെ വിചാരിച്ച പദ്ധതിയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു പദ്ധതി. ഇതിനിടയ്ക്ക് നമുക്ക് ഓർമ്മയുണ്ട് K. സുരേന്ദ്രൻ പണ്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത്. അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണെന്ന് തോന്നുന്നു. K. സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. എല്ലാം പോട്ടെ, 2 കാര്യം ചെയ്താൽ പിണറായി വിജയനെ നമ്മൾ സമ്മതിക്കും. ഏതാ? 1 ഗെയിൽ പൈപ്പ് പദ്ധതി, 2 ദേശീയപാത. ഗെയിൽ പൈപ്പ് പദ്ധതിയൊക്കെ നിലവിൽ വന്നിട്ട് കാലം കുറയായി, അതിനകത്തൂടെ ഗ്യാസും വരുന്ന ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഹാപ്പി. ദേശീയപാത K. സുരേന്ദ്രൻ പോലും നടക്കില്ല എന്ന് വിചാരിച്ച പദ്ധതിയാണെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ പോസ്റ്റ് ഇടത്തില്ലല്ലോ. ഏതായാലും ദേശീയപാത യാഥാർത്ഥ്യമാകുകയാണ്. അതിൻ്റെ ആദ്യത്തെ റീച്ച് ഇതേ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇനിയെങ്കിലും പിണറായി വിജയൻ ആ പോസ്റ്റ് ഇട്ട പോലെ K. സുരേന്ദ്രൻ അംഗീകരിക്കില്ല എന്ന് കണ്ടറിയാം. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തന്നെ പല പ്രാവശ്യം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിലെടുത്ത നിലപാടിനെയും മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെയും എല്ലാം മുക്തകണ്ഠം പരസ്യമായിട്ടും പലതവണ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഭയങ്കര എഫർട്ടാണ് ഇതിനകത്ത് എടുത്തത് എന്നുള്ളത്. അത് സംശയമുണ്ടത് അതുകൊണ്ട് ആ ബൈറ്റ് നമുക്കൊന്ന് കാണാം. ഇതിന് പണ്ട് പറഞ്ഞ കാര്യം. And one thing which I always recognize about the Chief Minister and his government, when he taken a charge, particularly in the land acquisition by special initiative, he resolved the issue, and I am very much thankful for him for resolving the issue. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ്
ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഇതിനകത്ത് വേണ്ട എന്ന് തീരുമാനിച്ചത്. ഈ തീരുമാനം ആരെടുത്തതാണ് എന്ന് മനസ്സിലാവുന്നില്ല. ആരെടുത്താലും മോശമായി പോയി എന്നേ പറയാനുള്ളൂ. അതൊരു രാഷ്ട്രീയ മര്യാദയാണല്ലോ. കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ പൊതുമരാമത്ത് മന്ത്രിയുടെ സാന്നിധ്യം അവിടെ വേണ്ടതാണ്. കാരണം ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട അവർ നോഡൽ ഏജൻസിയായ ഒരു സംഭവമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും കയ്യിൽ നിന്ന് പോയി എന്നേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കൂടെ വെല്ലുവിളി, ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തെല്ലാം പരിപാടികളാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ഈ വയൽക്കിളി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായത് അറിയാമല്ലോ. കണ്ണൂരിൽ കീഴാറ്റൂർ ബൈപ്പാസിനെതിരെയുള്ള വലിയ സമരം. അന്ന് നമ്മൾ എന്തൊക്കെ കണ്ടു. നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവരുന്നു, ഇവിടെ ഇടുന്നു, എന്തെല്ലാമാണ് കാണിച്ചത്. എന്നിട്ട് ഇവിടെ നിന്ന് മണ്ണ് വാരി ഡൽഹി കൊണ്ടുപോകുന്നു. എന്നിട്ടെന്തായി, വയൽക്കിളികളൊക്കെ എങ്ങോ പറന്നുപോയി. കീഴാറ്റൂരിലെ ബൈപ്പാസിൽ കൂടെ വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടുകയാണ്. ബൈപ്പാസിന് എതിരെ സമരം ചെയ്തത് മോശമായി പോയി എന്ന് അന്ന് സമരം ചെയ്ത നാട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ സമരത്തിന് അന്ന് പിന്തുണയ്ക്കാവച്ചവർ ഇപ്പോഴും പറയുന്നത് അവർ മിണ്ടത്തില്ല. ഏതാണ്ട് ഇതുപോലുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ നിന്നും പറയും, അവിടെ നിന്നും പറയും. പക്ഷേ ഒരു കാര്യം വരുമ്പോൾ ഈ ഒരുമിച്ച് നിൽപ്പ് നമ്മൾ കാണാറില്ല. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവരുടെ വട്ടത്തിൽ കൂടിയിരുന്ന് ഒന്നാലോചിക്കുന്നത് വളരെ നന്നായിരിക്കും. ഏതായാലും ഇന്ന് ചുമ്മാതിരുന്ന പാമ്പിനെ തല്ലി ഉണർത്തി എന്ന് പറയുന്ന പോലെ PM മുഹമ്മദ് റിയാസിനെ ചടങ്ങിന് ക്ഷണിച്ചായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോൾ 1-2 മിനിറ്റ് പ്രസംഗിച്ച് കാര്യമൊക്കെ പറഞ്ഞ് അത് അവിടെ അങ്ങ് അവസാനിച്ചേനെ. ഇത് ഇത്രയും വലിയ വിഷ്വൽ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കി ഇത്രയും വലിയ റോഡ് ഷോയൊക്കെ നടത്തിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ഒന്നുകൂടി ആലോചിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.